ഹലോ വ്യൂവേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് നമ്മുടെ മ്യൂസിയം സൂവിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ടൈമൊക്കെ ആയി. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചോയ്സാണ്, കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം. അപ്പോൾ അവിടെ പോയിട്ട് പിള്ളേരെ ഒന്ന് സൂ ഒക്കെ കറങ്ങി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സ് തൊട്ട് ഒരു 7 വയസ്സുള്ള ഈ ഒരു ടൈമിൽ നമ്മൾ ഇവരെ സൂവിലൊക്കെ കൊണ്ടുപോയി അവർ ഈ പാഠപുസ്തകത്തിൽ മാത്രം പഠിക്കുന്ന ഈ ജീവികളെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൂവിലേക്ക് പോകുന്ന വിശേഷമൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ പോകുമ്പോൾ ആകെ 2 എൻട്രൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഒരു എൻട്രൻസ് വഴി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഫീ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യമായിട്ട് വണ്ടി അതിനകത്തിടാം. 150 റുപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മ്യൂസിയത്തിന് ചുറ്റും ഒന്നും പോകുന്നില്ല, നേരെ സൂവിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ മ്യൂസിയത്തിന് ചുറ്റും രാവിലെയും വൈകിട്ടും രാത്രിയൊക്കെ ആൾക്കാരിങ്ങനെ നടക്കാൻ വരും കേട്ടോ. കാരണം അത്ര മനോഹരമാണ്. നല്ല എന്താ പറയുക, മൊത്തത്തിലൊരു പച്ചപ്പും പിന്നെ നടക്കാൻ ഒത്തിരി ഏരിയയും നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പം നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൂവിലേക്ക് നടന്ന് നീങ്ങുവാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ മ്യൂസിയത്തിൻ്റെ ഒരു പരിസരമാണ് കേട്ടോ. മ്യൂസിയത്തിൻ്റെ ഒരു വേറൊരു എൻട്രൻസ് ആണ് ആ നേരെ കാണാൻ പറ്റുന്നത്. സൂവിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ മോള് സ്വന്തമായിട്ട് അവളുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി കേട്ടോ. ഒരു ഹാറ്റും ഒരു ഡ്രസ്സും ഒക്കെ ആയിട്ട് അവൾ സെറ്റായി. ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലരും ഈ സൂവിൽ വരാനായിട്ട് നമ്മുടെ നാട്ടിലുള്ളവർ പലരും മടിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് നടന്ന് കാണാനായിട്ട് കുറേ ഉണ്ട്. അപ്പോൾ ഇത്രയും നടക്കണമല്ലോ, ഇതിനകത്ത് വലുതായിട്ടൊന്നും മൃഗങ്ങളൊന്നുമില്ല എന്നുള്ള ഇതിൽ വെച്ചിട്ട് നമ്മൾ പലരും മടിക്കും. അപ്പോൾ ഇവിടെ ഇല്ലാത്ത കുറച്ച് മൃഗമെന്ന് പറയുന്നത് ജിറാഫ് അല്ലെങ്കിൽ ആന, അങ്ങനെ 1-2 ഐറ്റംസ് ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടൊന്നും മടിക്കും. അപ്പോൾ സൂവിൽ നമുക്ക് നടക്കാതെ എങ്ങനെ ഈസി ആയിട്ട് പോയി ഇതൊക്കെ കാണാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു കുറച്ച് മടി മാറി കിട്ടും. എന്തായാലും ഈ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂവിൽ പോയി അവർക്കിതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. മ്യൂസിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ കുറച്ച് ബുക്കൊക്കെ ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നൊക്കെ വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഷോപ്പുണ്ട്, ചെറിയ ചെറിയ കഫ്തേരിയൊക്കെ ഉണ്ട്, മിൽമയുടെ ഷോപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ വന്ന് നമുക്ക് റിഫ്രഷ്മെൻ്റൊക്കെ നടത്താം. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ സൂവിൽ നമ്മളിപ്പോൾ 4 പേർക്കും കൂടി ഒരു 60 റുപ്പീസ് എങ്ങാണ്ടേ ആയിട്ടുള്ളായിരുന്നു. 2 പിള്ളേർക്കും എനിക്കും ഹസ്ബൻഡിനും കൂടി ഒരു 60 രൂപയാണ് നമുക്ക് ടിക്കറ്റിനായത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ നടന്ന് മുഷിയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ എന്ന് പറയുന്ന വണ്ടിയുണ്ട് കേട്ടോ. എന്താണ് ഈ ബഗ്ഗി എന്ന് വെച്ചാൽ ഒരു ജീപ്പും അല്ല കാറും അല്ലാത്തൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിനകത്തിരുന്നാൽ നമുക്ക് ആ ഡ്രൈവർ നമ്മളെ ഈ സൂവിൽ ആ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുന്ന വഴി ഓരോ ഇതുപോലെ മൃഗങ്ങളുടെ അടുത്ത് എത്തുമ്പോഴും അവരവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നല്ല വിശാലമായി കാണാനുള്ള എല്ലാ സൗകര്യവും അവർ ചെയ്തു തരും. അതായത് അവർ ആ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം, സൂവിൽ മൃഗങ്ങളെയൊക്കെ കാണാം. അപ്പോൾ അത് എന്താണ്, ഈ കാണുന്നതാണ് ഈ ബഗ്ഗി എന്ന് പറയുന്നത്. ഈ ബഗ്ഗി എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 സീറ്ററാണ് കേട്ടോ. 12 പേർക്കൊക്കെ ഇരുന്ന് പോകാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നപ്പോഴേ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി തുറസായ രീതിയിൽ കാഴ്ചയൊക്കെ കാണാൻ പറ്റും ഇതിലിരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വണ്ടിയിലിരുന്നുള്ള പ്രത്യേകത എന്താണ്, നമുക്ക് അധികം വെയിലടിക്കേണ്ട, നടന്ന് ആയാസപ്പെടേണ്ട, നമുക്ക് പിള്ളേരൊക്കെ വെയിലടിക്കാതെ ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ബഗ്ഗിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 600 രൂപയാണ് കേട്ടോ ആയത്. അതുപോലെ ഇത് നേരത്തെ ബുക്ക് ചെയ്യണം, അതായത് ഇവിടെ വന്ന് ബുക്ക് ചെയ്യണം. പിന്നെ നമുക്കൊരു ലക്കിന് വണ്ടി കിട്ടിയാൽ ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ടാണ് കേട്ടോ ഈ വണ്ടി ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചേട്ടൻ ടിക്കറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവർ നമ്മളെ പോകാനായിട്ട് അനുവദിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ കാട്ടുപോത്തിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ കാട്ടുപോത്തിനെയാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏകദേശം 1000 കിലോയ്ക്ക് മേളിലുണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഡ്രൈവർ നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഇത് റൗണ്ട് ചെയ്ത് നമ്മൾ തിരിച്ച് ഈ കാട്ടുപോത്തിൻ്റെ അവിടെ തന്നെ വരുന്നുണ്ട് കറങ്ങി. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേനും സിംഹവാലൻ കുരങ്ങൻ, അതിനെയും കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല വെള്ളത്താടിയും കറുത്ത ശരീരമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹനുമാൻ കുരങ്ങൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. കാരണം ചൂടായത് കാരണം പല മൃഗങ്ങളും ഉള്ളിലേക്ക് കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്.
ഈ സിംഹവാലൻ കുരങ്ങ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ ഈ മരത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഈ മ്യൂസിയത്തിൽ നടക്കാൻ പോകുമ്പോഴും ഇവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഈ മരത്തിലൊക്കെ ഇരിക്കുന്ന സിംഹവാലൻ കുരങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് റിയ എന്ന് പറയുന്ന കുറേ പക്ഷികളാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു ഓസ്ട്രിച്ചും എമോനെ പോലെയൊക്കെ ഇരിക്കും. അപ്പം അങ്ങനത്തെ കുറേ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ അതൊക്കെ ആ വെള്ളത്തിന് ചുറ്റും നിന്ന് വെള്ളം കുടിച്ച് കുടിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മൂങ്ങ ഇരിക്കുന്നതാണ്. വലിയൊരു മൂങ്ങ കേട്ടോ. അത് 2 എണ്ണം ഉണ്ട്. ഒന്ന് മുകളിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ പറയണേ ഇതിനൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കുറേ പാരറ്റ്സ്, അതിന് മെക്ക എന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പല കളർഫുള്ളായിട്ടുള്ള പാരറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഓടുന്നതിനിടയിൽ 1-2 എണ്ണമൊക്കെയാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയായാലും നമുക്ക് ഈ സൂവിനകത്ത് ഈ ബഗ്ഗിയിലൂടെയുള്ള ഒരു സഞ്ചാരം ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ടും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. വെയിലാണെന്നോ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഐറ്റം വെള്ളിമൂങ്ങയാണ് കേട്ടോ. എന്താ ലക്ഷങ്ങളോ കോടികളുടെയൊക്കെ വിലയുള്ള ഐറ്റം ആണെന്ന് കേട്ടിട്ടുണ്ട് വെള്ളിമൂങ്ങ. അപ്പോൾ അതാണ് അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു പണ്ടത്തെ ബോട്ടിംഗ് ഏരിയ ആണെന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ പക്ഷികളുണ്ട്. അപ്പോൾ അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുന്നെങ്കിലും ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി പക്ഷികളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും 2 കരടി കുട്ടന്മാർ കേട്ടോ. അവർ നല്ല ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ ചൂടത്ത് പല മൃഗങ്ങളും ഇങ്ങനെ അതിൻ്റെ ഒരു ഗുഹയ്ക്കകത്തോ അല്ലെങ്കിൽ കേജിലോ ഒക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇവർ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ കാണാൻ പോയത് സിംഹത്തിനെയാണ് കേട്ടോ. അപ്പോൾ കാട്ടിലൊക്കെ വിലസി കിടക്കുന്ന സിംഹം ഇവിടെ ഒരു ഗുഹയുടെ അടുത്ത് ഇങ്ങനെ പതുങ്ങി കിടക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ മാക്സിമം സൂം ചെയ്തിങ്ങനെ എടുത്തിട്ടുണ്ടേ. ഇവിടെ അങ്ങനെ കിടക്കുകയാണ് ആൾ. എന്തും ചൂട് കൊണ്ടായിരിക്കാം അവരുടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇത് ഏകദേശം ഒരു 2 മണി ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ പതുങ്ങി അവിടെ കിടക്കുവാണ്. നമ്മൾ സിംഹത്തിനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ബഗ്ഗിയിലെ ഡ്രൈവർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അവരിതുപോലെ എത്ര നേരം വേണം വെയിറ്റ് ചെയ്ത് തരും. നമുക്ക് സമാധാനമായിട്ട് ഇവരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബോട്ടിംഗ് ഏരിയ ഇതായിരുന്നു കേട്ടോ. മാറിപ്പോയതാണ്. ഈ ഒരു ഏരിയ ആയിരുന്നു പണ്ടത്തെ ബോട്ടിംഗ് സ്ഥലമൊന്നും. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു ടൈം തൊട്ട് ഇങ്ങനെ കേട്ടിട്ടില്ല ഇതിനകത്തൊരു ബോട്ടിംഗ് ഏരിയ ഉള്ളതായിട്ട്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് വളരെ കാലം മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു എന്നാണ്. അങ്ങനെ നമ്മൾ അടുത്ത് ചെന്നെത്തിയത് ഹിപ്പോപ്പൊട്ടാമസുകളുടെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ പല സൈസിനുള്ള 3-4 ഹിപ്പോപ്പൊട്ടാമസൊക്കെ ഇങ്ങനെ നിൽക്കുക. അതിൽ ഏറ്റവും കുഞ്ഞതാണ് ഓടി കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ടൊരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. ജാനുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇതിനെയൊക്കെ കണ്ടപ്പോൾ. കാരണം അവൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കാണുന്നത്. എന്നാൽ ഋഷിക്ക് അത്ര ഒരു ഇതില്ല. കാരണം അവൻ ആ ഒരു ഏജിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ കൂട്ടത്തോടെ നിൽക്കുന്നത് മ്ലാവാണ്. അപ്പോൾ ഈ മ്ലാവ് അവിടെ നിന്ന് പ്ലാവാണ് കഴിച്ചുകൊണ്ടിരിക്കുക. പ്ലാവില കഴിക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചെന്നപ്പോഴത്തേനും അവർക്ക് ബണ്ടിലായിട്ട് പ്ലാവില ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഈ കാണുന്നത് ഭാരാസിംഗ എന്ന് പറയുന്ന മാനാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിന് 12 കൊമ്പുകളാണ് ഉള്ളത്. ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് ഈ മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ചസ് പോലെ 12 കൊമ്പുണ്ട്.
കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേനും മാനിൻ്റെ ഇനത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റിയാണ് കണ്ടത് കേട്ടോ. ഈ കൊമ്പ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി. അപ്പോൾ അതിനെയും കണ്ടു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ആ ഒരു കറങ്ങി എന്താണ് നമ്മുടെ കാട്ടുപോത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു. പിന്നെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് വണ്ടി പോവുകയാണ് കേട്ടോ. ഇതാരാന്ന് മനസ്സിലായോ? ഇതാണ് എമു എന്ന് പറയുന്ന പക്ഷി കേട്ടോ. അതിൻ്റെ വെള്ള നിറത്തിലും ചാര നിറത്തിലൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മളെ നോക്കി ചിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. വീഡിയോ എടുക്കുന്നതനുസരിച്ച് ആളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേറെ നിറത്തിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഈ മുളയുടെ അപ്പുറത്തുണ്ട് കേട്ടോ. അതും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് നമ്മളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേനും. ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയപ്പോഴത്തേനും ഒരു ചീറ്റ, പിന്നെന്താണ് ടൈഗർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇത് പെൺസിംഹമാണ് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഓടി കിടക്കുന്നത്. അപ്പോൾ ആൾ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന പുലിയുടെ കൂട്ടിലെ ഇറച്ചി കണ്ടിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനിങ്ങനൊരു ഇറിറ്റേറ്റഡായിട്ട് ഇങ്ങനെ നടക്കും ആൾ. ഒന്നാലോചിച്ച് നമുക്കൊരു കഷ്ടം തോന്നും കേട്ടോ. ഈ കാടൊക്കെ വിട്ടിട്ട് കാട്ടിൽ വിലസി കിടക്കേണ്ട ഈ മൃഗങ്ങളൊക്കെ ഇവിടെ കൂട്ടിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് കിടക്കുന്നല്ലോ എന്ന് കഷ്ടം തോന്നും നമുക്ക്. ഇത് വൈറ്റ് ടൈഗറാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല പല കേജിലായിട്ട് ഇതുപോലെയുള്ള മൃഗങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇറച്ചിയാണ് അതിൻ്റെ ഫുഡ്. ഇതിനകത്ത് കാണുന്ന ലിയോപാഡിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ലിയോപാഡാണോ ചീറ്റയാണോ എന്ന് ചെറിയ ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2-3 കുട്ടികൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ ആളാണിവിടെ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയില്ല, ആ സ്റ്റിക്ക് ഇരിക്കുന്നതിൻ്റെ അവിടെ ആളിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. തൂങ്ങി കിടക്കുക മേളിലായിട്ട്. ബ്ലൂ കളർ പാരറ്റ് ഉണ്ടോ മേളിൽ? 3 ഉണ്ട് ഈ സൈഡിൽ. മുള്ളൻപന്നിയാണ് അതിനകത്ത്. ഇവിടെ ഈ കാണുന്ന മുള്ളൻപന്നിയാണ് കേട്ടോ. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത് പോയി സൂം ചെയ്തിങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. കാണാവോന്ന് അറിയത്തില്ല. എല്ലാവരും ഇങ്ങനെ കിടക്കുവാണ്, വലിയ അനക്കമൊന്നുമില്ല. ഇവിടെ ഒരു 2-3 മുതലച്ചേട്ടന്മാർ കിടപ്പുണ്ട്. വെള്ളത്തിലും കരയിലുമായിട്ടൊക്കെ അതിങ്ങനെ കിടക്കുവാണ് കേട്ടോ. 2-3 മുതലയുണ്ട് ഇതിൻ്റെ അകത്ത്. അടുത്ത് നമ്മൾ കണ്ടത് ഓസ്ട്രിച്ച് ആയിരുന്നു കേട്ടോ. 2-3 ഓസ്ട്രിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും മോൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തവണ പഠിച്ച ഒരു പോർഷനായിരുന്നു ഓസ്ട്രിച്ചിൻ്റെത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണെന്നുള്ളത് പഠിച്ചതായിരുന്നു. അപ്പോൾ അതിനെ നേരിട്ട് കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. അപ്പോൾ ഓസ്ട്രിച്ചിനെ കണ്ടിട്ട് അവൾ കൈയൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോയത് സ്നേക്സ് അല്ലെങ്കിൽ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി പാമ്പിനെ, ആനക്കോണ്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനെയൊക്കെ കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്ക് സത്യം അത് കാണുമ്പോൾ ദേഹവും വല്ലാണ്ട് വരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പിള്ളേരെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ. ഇപ്പോൾ മൂർക്കം പാമ്പും ആനക്കോണ്ടയും അതുപോലെ പെരുമ്പാമ്പും എല്ലാം ഉണ്ടായിരുന്നു ഇതിനകത്ത്. അത്യാവശ്യം വേണ്ട എല്ലാ സ്നേക്സും ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. തൊട്ടിൽ കിടക്കണ കാണിച്ചു കൊടുക്കും.
ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ കാണേണ്ട ഒരു സ്നേക്ക് ആനക്കോണ്ട കേട്ടോ. അതിങ്ങനെ വളഞ്ഞ് ചുരുണ്ടൊക്കെ കിടക്കുക. അതിൻ്റെ ശരീരം വെള്ളത്തിലും തലയുടെ ഭാഗമൊക്കെ മേളിലോട്ട് വെച്ചേക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും ഞാൻ മാക്സിമം അടുത്ത് പോയിട്ട് അതിനെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. ഇത് രാജവെമ്പാലയാണ് കേട്ടോ, ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. അങ്ങനെ എന്തായാലും നമ്മളിതൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഒരു 3 മണിയായി കേട്ടോ. അപ്പോൾ അക്വേറിയം വിട്ടുപോയി ആക്ച്വലി കാണാനായിട്ട്. അപ്പോൾ അത് മീനിൻ്റെ ഒത്തിരി വെറൈറ്റിയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അക്വേറിയം കാണാൻ വിട്ടുപോയി. നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ലക്ഷ്യം. എന്തായാലും പിള്ളേർ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ മ്യൂസിയത്തിൽ വന്ന് ഈ സൂ ഒക്കെ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.